കർണൻ്റെ ദുരന്തങ്ങളെല്ലാം യാദൃച്ഛികമായിരുന്നോ, അതോ മറ്റെന്തോ വലിയ ലക്ഷ്യം നേടാൻ വേണ്ടി ദൈവം നൽകിയ സംഭാവനയായിരുന്നോ? ഉത്തരം കേവലം വിധി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ല. കർണൻ്റെ ദുരന്തം മഹാഭാരതത്തിൻ്റെ വിജയത്തിന് അനിവാര്യമായ ഒരു ത്യാഗമായിരുന്നു. കർണൻ്റെ കഥയുടെ യഥാർത്ഥ രഹസ്യം ഭഗവാൻ കൃഷ്ണൻ്റെ പദ്ധതിയിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. മഹാഭാരത യുദ്ധത്തിൻ്റെ ലക്ഷ്യം വ്യക്തിപരമായ പ്രതികാരമായിരുന്നില്ല, മറിച്ച് ധർമ്മം പുനഃസ്ഥാപിക്കുക എന്നതായിരുന്നു. പാണ്ഡവർ നീതിയുടെ പക്ഷത്തും കൗരവർ അധർമ്മത്തിൻ്റെ പക്ഷത്തുമായിരുന്നു. കർണൻ എല്ലാ ശക്തിയോടും കൂടി യുദ്ധം ചെയ്താൽ അദ്ദേഹം അർജുനനേക്കാൾ ശക്തനായിരുന്നു. തൽഫലമായി കൗരവർ വിജയിച്ചേക്കാം, ധർമ്മം പരാജയപ്പെട്ടേക്കാം. അതുകൊണ്ട് ധർമ്മം വിജയിക്കാൻ വേണ്ടി കർണൻ്റെ അജേയമായ ശക്തികൾ ഓരോന്നോരോന്നായി നീക്കം ചെയ്യേണ്ടത് കൃഷ്ണൻ്റെ ദൈവികമായ നിയോഗമായിരുന്നു. കവചകുണ്ടലങ്ങൾ ഇന്ദ്രൻ കൈക്കലാക്കിയതും ശരിയായ സമയത്ത് വിദ്യ ഓർമ്മ വരാതെ പോയ പരശുരാമൻ്റെ ശാപവും ഇതെല്ലാം ഈ ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നു. ത്യാഗത്തിൻ്റെ പര്യായമായിരുന്നല്ലോ കർണൻ. കർണനെ തോൽപ്പിച്ചത് ആയുധങ്ങളോ ശാപങ്ങളോ ആയിരുന്നില്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ മഹത്തായ മനസ്സും ദാനശീലവുമായിരുന്നു. തന്നെ ഒരു സ്ഥാനവുമില്ലാതെ സ്വീകരിച്ച ദുര്യോധനനെ ഉപേക്ഷിച്ച് ധർമ്മത്തിൻ്റെ പക്ഷത്തേക്ക് പോകാൻ കർണന് കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ സൗഹൃദ ബന്ധം തൻ്റെ ജീവനേക്കാൾ വലുതായിരുന്നു. കർണൻ ധർമ്മത്തിൻ്റെ പക്ഷത്തായിരുന്നില്ല നിലകൊണ്ടതെങ്കിലും ധർമ്മം വിജയിക്കാൻ വേണ്ടി അദ്ദേഹം സ്വയം തൻ്റെ ശക്തികളെ ബലിയർപ്പിച്ചു എന്ന് വേണമെങ്കിലും പറയാം. അദ്ദേഹം ഒരു സാധാരണ യോദ്ധാവായിട്ടല്ല, മറിച്ച് ത്യാഗത്തിൻ്റെ പര്യായമായിട്ടാണ് ചരിത്രത്തിൽ ഇടം നേടിയത്. നമ്മൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്: കർണൻ പരാജയപ്പെട്ടിട്ടില്ല. യോദ്ധാവെന്ന നിലയിൽ അദ്ദേഹത്തിന് തോൽവിയുണ്ടായി, പക്ഷേ മനുഷ്യനെന്ന നിലയിൽ അദ്ദേഹം വിജയിച്ചു. കർണൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ചിലപ്പോൾ വലിയ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി ഒരു വീരനായകൻ്റെ ഭാഗ്യദോഷം ഒരു ദൈവിക നിയോഗമായി മാറേണ്ടതുണ്ട്. തൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെല്ലാം ഈ പ്രപഞ്ച നാടകത്തിൽ ധർമ്മം വിജയിക്കാൻ വേണ്ടി കർണൻ സ്വയം ഏറ്റുവാങ്ങിയതായിട്ട് നമുക്ക് കണക്കാക്കാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കർണൻ ഒരു ബലിയാടായിരുന്നുവോ അതോ വീരനായകനോ?